ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പാനന്തൻ റിലീസ് ചെയ്തിട്ടുള്ള ഒരു പാനന്തൻ ബോംബ് തന്നെയാണ്. ഒരു പടക്കക്കട തന്നെ വിഷയം സാധിക്കും. കാരണം നമ്മൾ ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ തോന്നും. ചില ടീസറോ ട്രെയിലറോ കണ്ടാൽ തന്നെ ട്രോളാൻ വേണ്ടി തന്നെ ആയിരിക്കാം തോന്നുന്നുണ്ടാവും. കാരണം യാതൊരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു ബോംബ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പടക്കം എന്നൊക്കെ തോന്നുന്ന തരത്തിൽ തന്നെ സമീപിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ സന്തോഷം തന്നെ തോന്നും. കാരണം ഞാൻ ഈ പടം കാണാനിടയായപ്പോൾ എനിക്ക് ഒരു 100% അല്ലെങ്കിൽ 110% ഉറപ്പ് തന്നെയായിരുന്നു ഇത് ആ തരത്തിലുള്ള ഒരു മലങ്കൾട്ടിനേക്കാൾ അബദ്ധമായിട്ടുള്ള ഒരു ഫിലിം തന്നെയായിരിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു വിശ്വാസത്തിനോട് 100% നീതി പുലർത്തിയ ഇതിൻ്റെ അണിയറപ്രവർത്തനത്തിൽ തന്നെയാണ് ഏറ്റവും നന്ദി പറയാനുള്ളത്. അത് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന പേര് സാരി എന്നാണ്. പേര് പോലും പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സാരിയാണ് ഇതിൽ പ്രധാനമായിട്ടും സബ്ജക്റ്റ്. ഒരു സാരി എങ്ങനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു എത്രത്തോളം അട്രാക്ഷൻ ഉണ്ടാക്കാം, അത് ഉണ്ടാക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ കഥ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ രാമകൃഷ്ണ കൈമളോ എന്നാൻ തോന്നുന്നു ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാം ഗോപാല വർമ്മ അദ്ദേഹമാണ് ഇതിൻ്റെ തിരക്കഥ. തീർച്ചയായിട്ടും നമ്മുടെ ലാലേട്ടന് പോലും മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച് കൊടുത്തുള്ള വ്യക്തി തന്നെയാണ്. പിന്നീട് സമീപകാലത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു എ ഗ്രേഡ് സിനിമ അല്ലെങ്കിൽ ബി ഗ്രേഡ് സി ക്ലാസ് ആയിട്ട് മാറി അതപ്പതിച്ച് കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ടർ തൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും കാലിനൊക്കെ തയ്യാറുള്ള തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പല സീൻസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുള്ളൂ. എവിടേക്കോ എന്തൊക്കെയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന ഒന്നും തന്നെയല്ല, എവിടെയോ കിടക്കുന്നു ഒരു വ്യക്തി. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇതിൽ കാശ് നോക്കിക്കഴിഞ്ഞാൽ ആരാധന ദേവി എന്ന് പറയുന്ന മലയാളി നടിയാണ്, ഒരു മോഡലിംഗ് ആണ്. തീർച്ചയായിട്ടും തൻ്റെ ശരീര പ്രദർശനം പൂർണ്ണമായി പ്രദർശിപ്പിക്കാൻ സാധിച്ചു എന്ന തരത്തിൽ സന്തോഷിക്കുന്ന ഒരു തരത്തിൻ്റെ ഒരുപാട് സീൻസും പടത്തിലുണ്ട്. എന്താണെന്ന് അറിയാതെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പാർ പോലെയാണ് ഈ പടത്തിലെ ഇതിലെ നായിക കഥാപാത്രം ചെയ്തിട്ടുള്ള വ്യക്തി. അതിനേക്കാൾ അറുപോറായി അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ചെവിക്കല്ല് നോക്കി അല്ലെങ്കിൽ തല അടിച്ച് പൊളിക്കാൻ തോന്നുന്ന അത്രയേറെ ഒരു വൃത്തികെട്ട അഭിനയം കാഴ്ചവെക്കുന്നു. ഒരു എന്താ പറയുക ഒരു വേട്ടാവളയും ചേർക്കുന്നുണ്ട് ഇതിൽ നായകനായിട്ട്. പേര് പോലെ അറിയുന്നില്ല, എന്താ ചുക്രു ജിംബ്രു എന്താണെന്ന് തോന്നുന്നു പേര് ഇതിൽ വിളിക്കുന്നത്. ഒരു പ്രാന്തകനാണ്. അതുപോലെ തന്നെ കാണുന്ന നമ്മളും പ്രാന്തനായി പോകും. അതൊക്കെ മണ്ടനായിട്ടുള്ള നമ്മുടെ നായികയുടെ ഒരു ബ്രദറുണ്ട്. അതുപോലെ തന്നെ അച്ഛനമ്മ. ഒരു പടത്തിൽ എത്രത്തോളം എല്ലാവരും മോശമായി അഭിനയിക്കാൻ സാധിക്കും അത് ഇതിൽ ഉടനീളം കാണിക്കുന്നുണ്ട്. നമ്മൾ കണ്ണിൻ്റെ വയസ്സ് നോക്കുമ്പോൾ ഇതിൽ നമ്മുടെ കഥാനായക ഉണ്ട്. ഇതിലും ആരാധ്യ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഈ ആരാധ്യയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് സാരി ഉടുക്കാൻ നേരെ ക്രൈസാണ്. സാരി എങ്ങനെയൊക്കെ ഉടുക്കാം, പലതരത്തിലും ഉടുക്കാം. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഇതിൽ പ്രധാന കഥാപാത്രം ചെയ്യുന്ന നായകനെന്ന ഓർ വില്ലനു ശേഷം സാധിക്കുന്ന കിട്ടു എന്നാണ് പേര്. അപ്പോൾ കിട്ടു ഒരു ഫോട്ടോഗ്രാഫറാണ്, ഒരു സൈക്കോ മേനേക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ കാണുന്നു. അങ്ങനെ പലതരത്തിലുള്ള എക്സ്പോഷനുള്ള ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ ആരുടെ തപ്പി എടുക്കുന്നു, അതിനെ റിക്വസ്റ്റ് അയക്കുന്നു, ഫോട്ടോഗ്രാഫർ ആവുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തമ്മിൽ പരിചയപ്പെടുന്നു. അപ്പോൾ എന്ന് വെച്ചെങ്കിൽ സാരി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു മാനസികമായിട്ട് വിഭ്രാന്തിയൊക്കെ തോന്നുന്ന തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതാണ് ഇതിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ ഇവൾക്കൊരു ബ്രദറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ സഹോദരി സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് നടക്കുന്ന ഒരു മൊണ്ണ അങ്ങനെ കഥാപാത്രം ചെയ്യുന്ന ഒരു ബ്രദറുണ്ട്. അപ്പോൾ അവനും ഒരു ശത്രുവിനെ പോലെ കാണുന്നു. അവനെ തല്ലുന്നുണ്ട്. അങ്ങനെ നായകനെ തട്ടിക്കൊണ്ട് പോകുന്നു. സാരി മാറ്റി ഉടുപ്പിക്കുന്നു. കൊല്ലാൻ പോണ സമയത്ത് കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുന്നു, സാരി മാറ്റുന്നു. അതിൽ തന്നെ ഇതാണ് ഇതിൻ്റെ കണ്ടൻറ്റായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നായകനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. നായകയുടെ പിന്നിലെ വേറൊരു ചെക്കൻ നടക്കുന്നു, അവനെ തട്ടിക്കൊണ്ട് പോകുന്നു. അതൊക്കെയാണ് കഥ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു മലയാളത്തിനേക്കാൾ ദയനീയമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. വളരെ മോശമായിട്ടുള്ള ഡബ്ബിങ്ങും അതിനോട് നീതി പുലർത്തിയിട്ടുള്ള ഒരു പ്രകടനം തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല മിസ്മാച്ചിങ് തന്നെയാണ്. പാട്ടുകളാണെങ്കിലും യാതൊരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും തന്നെ തോന്നുന്നില്ല. നായകനെ എന്താ പറയുക പഴയ കാലത്തെ ഒരു കാലഘട്ടത്തിലുള്ള കഥാനായകൻ ജീവിക്കുന്നത് ഇപ്പുറത്തെ കാലഘട്ടത്തിലുള്ള കഥ പറഞ്ഞു പോകുന്നെങ്കിൽ പോലും നായകനെ നോക്കുമ്പോഴൊക്കെ ഫുൾ ഐറ്റം സോങ് പോലത്തെ അത് വളരെ മൂഡിങ്ങായി ഓരോ പാട്ടും കൂടുന്തോറും തുണിയുടെ അളവ് കുറഞ്ഞു വരുന്ന തരത്തിലാണ് നായകൻ്റെ സ്വപ്നങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അവിടെ തൊട്ടിട്ട് നെഗറ്റീവിൻ്റെ അതിപ്രസരം തന്നെയാണ്. തീർച്ചയായിട്ടും എന്തിനാണ് പ്രേക്ഷകരുടെ സമയം കളയാനും അല്ലെങ്കിൽ എന്താ പറയുക ഒരു മണി വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലൊക്കെയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്താ പറയുക സമയം ഒട്ടും താല്പര്യം ഇല്ലാത്തവർ തീർച്ചയായിട്ടും മാറി തലവെക്കാണ്ടിരിക്കാൻ നല്ലത് തോന്നുന്നു. കാരണം എനിക്ക് ഒട്ടും തന്നെ ഒരു ഇമ്പ്രസീവ് ആയില്ല. കാരണം കേരളത്തിൽ ഒട്ടും എടുത്ത് മാറ്റി പോകാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെ എവിടെയും കളിക്കുന്നില്ല. ഞാൻ ചിത്രം കണ്ടിട്ട് കുറച്ച് ദിവസം മുമ്പാണ് ഇതിൻ്റെ ഫിലിം കണ്ടത്. പക്ഷേ ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ ഇപ്പോഴാണ് നേരം കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷകരമായിട്ടാണ്. കാരണം യാതൊരു പ്രതീക്ഷയും ഉണ്ട്. ഞാൻ എന്താ പറയുക ഒരുപാട് നാളെ ഒരു നെഗറ്റീവ് വന്നിട്ട് ഇതുപോലത്തെ ഒരു മലങ്കൾട്ട് എല്ലാ പടം നമ്മൾ കാണല്ലോ. മലങ്കൾട്ടാണെങ്കിൽ മതിയേക്കാൾ എന്താ പറയുക ഒരു ചാണാപ്പുള്ളി പടം കണ്ടിട്ട് ഒരുപാട് നാളായി. തീർച്ചയായിട്ടും ആ ലെവലിലേക്കാണ് സമീപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു നിരാശയോ കാര്യങ്ങളോ സമ്മാനിക്കുന്നില്ല. പക്ഷേ എന്താ പറയുക ക്ഷമയുടെ ഒരു നെല്ലിപ്പലക ഇളകിയിട്ടുള്ളൊരവസ്ഥ ഇതിൻ്റെ തുടക്കത്തിൽ ഒടുക്കമേയും കിട്ടും. അത് ഓരോ പ്രകടനം കൊണ്ടും കഥ വയസ്സ് നോക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും RGB ഫയർ വർക്ക് അല്ലെങ്കിൽ പടക്കടയിലേക്ക് വീണ്ടും സാരി എന്ന് പറയുന്ന ഒരു ചിത്രവും എത്തിപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ തീർച്ചയായിട്ടും സമയമുള്ളവർ, അതായത് OTT വരുമ്പോൾ വരുമോ എന്നറിയില്ല, വരുന്ന സമയത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു RGB പടക്കക്കടയുമായി നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരെയും ഡമ്മർ പട ബൂം.